അല്ല ഉമ്മത്തഹു ഫി ഹിർസി മില്ലത്തിഹി എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിനെ ഈ മില്ലത്തിൻ്റെ ആ ബൗണ്ടറിയിൽ ഇറക്കി നിർത്തി കൊണ്ടിട്ട് സിംഹം അതിൻ്റെ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ റസൂലുള്ളാഹി കാവൽ നിന്നു. ഈ ഉമ്മത്തിനെ ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ബൗണ്ടറിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി നിങ്ങൾ തെറ്റാൻ പാടില്ല. ശരിയായ തരീഖ് ഏതാണെന്നുള്ളത് റസൂലുള്ളാഹി വെളിവാക്കി തന്നു. അത് റസൂലുള്ളാഹി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഏതാണ് ശരിയായ തരീഖ്? മാനാലിഹി വഅസ്ഹാബി അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും ഈ ദീനിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിട്ട് ഈ ശരീഅത്തിൻ്റെ ഈ പ്രത്യേക അതിർവരമ്പിൻ്റെ ഉള്ളിൽ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒതുക്കി നിർത്തി. ഇതിൻ്റെ അപ്പുറങ്ങൾ പോകരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. റസൂൽ ഒരു വര വരച്ചു എന്ന് കേട്ടിട്ടില്ലേ? എന്നിട്ട് ആ വര വരച്ചതിന് ശേഷം അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ കുറേ വരകൾ വരച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, ഈ റൂട്ടിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. റസൂൽ വളരെ വ്യക്തമായ നിലക്ക് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് അവർക്ക് ശേഷമുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അതാണ് മഹാനാവുന്ന ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിൻ്റെ ഉമ്മത്തിന് ഈ വിശുദ്ധമാവുന്ന നബിയുടെ ഈ ദീൻ, ഈ ശരീഅത്തിൻ്റെ ബൗണ്ടറിൻ്റെ ഉള്ളിൽ ഒതുക്കി നിന്നിട്ട് ഒരു സിംഹം അതിൻ്റെ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണം, അവരുടെ അഖീദനെ ഇവിടെ സംരക്ഷിക്കപ്പെടണം, വിശ്വാസം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ കർമ്മങ്ങൾ സംരക്ഷിക്കപ്പെടണം, നമ്മൾ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെ ദീൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടുകയാണ്. സമസ്ത കേരളം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സിംഹം അതിൻ്റെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ അതേ രൂപത്തിൽ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമിയത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാവുന്ന ഭൗതികമായ സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇല്ലാത്ത സ്ഥലത്ത് ഓഫീസുകൾ ഉണ്ടാവണം. ഓഫീസിലിരുന്ന് പലതും ചർച്ച ചെയ്യാനുണ്ടാവും. സംഘടനയുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാവുന്നതായ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നടപ്പിൽ വരുത്തേണ്ടിണ്ടാവും. ഇതൊക്കെ കൂടി ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഓഫീസ് എന്നുള്ളത് ഒരു സംഘടന സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി ഇവിടെ അതിന് സ്ഥലം അനുവദിച്ചു തരുകയും ഇവിടുത്തെ നിങ്ങൾ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെ ആളുകളും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനം